എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 11 വാരാഹി സ്പെഷ്യൽ മോർണിംഗ് പ്രെയറാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വീഡിയോയിൽ ഡേ 10 മോർണിംഗ് വീഡിയോ വളരെ കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എല്ലാവരും കാണുക. അതിനകത്ത് ഞാൻ മന്ത്രം ഏതാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് കണ്ട ശേഷം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ആ മന്ത്രം പറയുന്നതനുസരിച്ച് ജപിക്കുക. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡേ 11 മോർണിംഗ് വാരാഹി സ്പെഷ്യൽ പൂജയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രവും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേ 1 മുതൽ ഡേ 21 വരെയുള്ള ഒരു മോർണിംഗ് ഈവനിങ് പ്രെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വാരാഹി ദേവി അറിയാത്തവർക്കായിട്ട് കൂടി ഷെയർ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹ രൂപം കൊണ്ട ദേവിയാണ്. വളരെ പവർഫുള്ളാണ്. മന്ത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുവിടേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം നടക്കാനായിട്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് പരീക്ഷയുമായിട്ട് ഇങ്ങനെ ഒരു ടെൻഷൻ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ ടെൻഷൻ, അല്ലേ? അങ്ങനെയുള്ളൊരു സന്ദർഭം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതുപോലെ വാരാഹി അമ്മയുടെ മന്ത്രം ഇങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും, നല്ല രീതിയിൽ നടന്നു കിട്ടും എന്നാണ്. വാസ്തവം അതാണ് കേട്ടോ. എന്ന് പറയുന്ന പോലെ ഒരുപാട് പേര് ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി പേര് അത്യാവശ്യം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കമൻറ്റ് സെക്ഷനിൽ പോയാൽ അറിയാം, ലൈക്ക് കുറേ പേരുടെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഡേ 11 പൂജയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഡേ 1 to 21 പ്രെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്മ പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ടൈം ഇല്ലാഞ്ഞിട്ട് പോലും ടൈം എടുത്ത് ടൈപ്പ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും. ലേറ്റസ്റ്റായിട്ട് വരുന്ന കമൻറ്റുകൾ മാത്രമാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ, അതായത് അടുത്ത പൂജയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വാരാഹി അമ്മയുടെ ആ ഒരു പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വരാഹ രൂപം പൂണ്ട ദേവിയാണ്, അതിശക്തിയാണ് കേട്ടോ. നമ്മൾ നിമിഷ നേരം ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചത് നടക്കില്ലേ, എന്താണെന്നുള്ളൊരു ടെൻഷനിലൂടെ നടക്കുന്ന സമയം നമ്മൾ ഇങ്ങനെ വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം ഒന്ന് ജപിച്ച് നോക്കിക്കേ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നടന്നു കിട്ടും. അത് ഉറപ്പ് തന്നെയാണ്. വളരെ അത്ഭുതമാണ്. ആ കാര്യം നിങ്ങൾക്ക് സാധിച്ച് കിട്ടിക്കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. അത്രയും പവർഫുള്ളാണ് കേട്ടോ വാരാഹി അമ്മ എന്ന് പറയുന്നത്. വാരാഹി അമ്മയുടെ മന്ത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. സമയക്കുറവുള്ളവർ കാണും, ജോലി സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ, അതായത് അവർക്ക് ഒരു ജോബ് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ഉത്തമ സമയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൈമാണോ ആ ടൈം മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം, കൂടെ ജപിക്കുക. ഓം കോലമുഖ്യൈ നമഃ. 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 ഓം കോലമുഖ്യൈ നമഃ.
ॐ कौलमुख्यै नमः। 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 ॐ कौलमुख्यै नमः।
ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः। ॐ कौलमुख्यै नमः।